2026 എന്ന പുതിയ വർഷത്തേക്ക് കാലെടുക്കും മുമ്പ് മുൻ 2025-ലെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് പലരും. സിനിമാ താരങ്ങളിൽ നിരവധി പേർ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ഓർമ്മകളും സ്നേഹവും നന്ദിയൊക്കെ പങ്കുവെക്കാറുണ്ട്. നടൻ ആന്റണി വർഗീസ് പെപ്പയും അങ്ങനെ ഒരു കുറിപ്പുമായി പങ്കുവെക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പ് ഈ വർഷം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആരോഗ്യകരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വർഷത്തിൽ ഏറിയ പങ്കും ആശുപത്രിയും വേദനയുമായിട്ടാണ് ചിലവഴിച്ചത് എന്ന് ആന്റണി വർഗീസ് പറയുന്നു. നവംബർ മാസത്തിൽ സംഭവിച്ച അപകടത്തെക്കുറിച്ചും അതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെക്കുറിച്ചും ആന്റണി പറഞ്ഞു. താൻ ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ ആദ്യത്തെ വാഹനം അപകടത്തിൽ പൂർണ്ണമായി തകർന്നുവെങ്കിലും വണ്ടിയിലുണ്ടായിരുന്ന താനടക്കമുള്ള 3 പേരും പരിക്കുകളോടാണെങ്കിലും രക്ഷപ്പെട്ടതായി നടൻ പറഞ്ഞു. വണ്ടിയുടെ നമ്പർ 1818 എന്നായിരുന്നു. ആ നമ്പരും മാലാഖയുടെ സാന്നിധ്യത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. എൻ്റെ ആ വിശ്വാസം തെറ്റിയില്ലെന്ന് എനിക്ക് ബോധ്യമായി എന്ന് പെപ്പെ പറഞ്ഞു. പുതിയ പരിപാടികൾ ആവേശത്തിലാണ് 2026ലേക്ക് കടക്കുന്നതെന്നും മുറിപ്പാടുകളുണ്ടെങ്കിലും മനസ്സ് തകർന്നിട്ടില്ലെന്നും പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുകയെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. അതേസമയം 2026 ഗംഭീരമായ പ്രോജക്റ്റുകളാണ് ആന്റണിയുടെ ഭാഗമാകുന്നത്. ദുൽഖർ നായകനായി എത്തുന്ന നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ ആന്റണി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ വർക്കുകൾ നടക്കുകയാണ്. മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന കാട്ടാളൻ നായകനായി എത്തുന്നതും പെപ്പയാണ്.